ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ട്രെയിനിന്റെ യാത്രയുടെ വിവരങ്ങളും ട്രെയിനും എല്ലാം ഞാൻ അകത്തോട്ട് കയറിയിട്ട് പറയാം. അതിനു മുമ്പേ നമ്മുടെ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ പറ്റി രണ്ടു പേർക്ക് ഞാൻ പറയുന്നതാണ്. ഇത് ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് 1958-ലാണ്. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആക്കുന്നത് 5 പ്ലാറ്റ്ഫോമും 6 ട്രാക്കുകളൊക്കെ ഉള്ള ഒരു നൈസ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ 1958 കൊല്ലം കോട്ടയം റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് നമ്മുടെ കായംകുളം റെയിൽപാത നിലവിൽ വന്നത്. പിന്നീട് 1992 ആലപ്പുഴ വഴി എറണാകുളത്തേക്കുള്ള റെയിൽപാത ഉദ്ഘാടനം ചെയ്തപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ സ്റ്റേഷനായി മാറി. അപ്പം ഒരു നൈസ് റെയിൽവേ സ്റ്റേഷനാണ്. മാത്രമല്ല ഇവിടെ നൈസായിട്ട് പണികളൊക്കെ നടക്കുവാണ് കേട്ടോ. എന്തായാലും നമുക്കിനി നൈസിന് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്തോട്ട് പോവാം. ഈ കിടക്കുന്നുണ്ടോ, ഇത് നമ്മുടെ പാവപ്പെട്ടവൻ്റെ രണ്ടാം വന്ദേ ഭാരത് എന്നൊക്കെ പറയും. ഒരു പറപ്പൻ റോക്കറ്റ് മെമു ആണ്. നമ്മുടെ ട്രെയിൻ നമ്പർ 16310 കായംകുളം എറണാകുളം മെമു എക്സ്പ്രസ് ആണ്. ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഇത്. നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്ന് വൈകുന്നേരം ഒരു 3:20 പോകും. മാത്രമല്ല ഈ മെമുവിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ കേരളത്തിൽ സർവീസ് നടത്തുന്ന മെമൂസിനൊക്കെ ഒരുപാട് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് സ്റ്റോപ്പുകളിൽ നിർത്തി പോകുന്ന ഒരു മെമു ആണ് മെമു എക്സ്പ്രസ് എന്ന് പറയും. പക്ഷേ നമ്മുടെ ഈ ട്രെയിന് വെറും 7 സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. കായംകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പിറവൻറോഡ്, തൃപ്പൂണിത്തുറ, എറണാകുളം ജംഗ്ഷൻ ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്. ഡെയിലി സർവീസ് നടന്ന ട്രെയിനാണ്. ഒരാൾക്ക് വരുന്നത് 55 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഈ ട്രെയിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പോൾ ഇട്ടുതരാം. കോട്ടയം വഴി പോകുന്ന ട്രെയിൻ നമ്പർ 163 കായംകുളം എറണാകുളം മെമു എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 15:20 പുറപ്പെടും. അനൗൺസ്മെന്റ് കേട്ട് ഇങ്ങനെ നൈസായിട്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കന്യാകുമാരി ബാംഗ്ലൂർ KSR ബാംഗ്ലൂർ ജംഗ്ഷൻ അല്ലേ, ആ ട്രെയിനാണ് ഇവിടെ നമ്മുടെ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിൻ 3:20 നമ്മളിവിടെ ഒരു 2:20 ആയപ്പോഴത്തേക്ക് വന്നായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പണി നടക്കുന്നതെന്ന് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഗോരഖ്പൂർ കൊച്ചുവേളി വന്നുകൊണ്ടിരിക്കുന്നത് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ കന്യാകുമാരി KSR ബംഗളൂരു പോയപ്പോഴേക്കും വന്നതാണ്. അപ്പോൾ ഇവിടെ പണി നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ വെയിറ്റിംഗ് ഹോളൊക്കെ ഫുള്ള് പണി, അകത്ത് കയറിയിരിക്കാനൊന്നും പറ്റത്തില്ലേ. അങ്ങനെ നമ്മുടെ ട്രെയിൻ 3:20 എടുക്കേണ്ട നമ്മുടെ ട്രെയിൻ 3:25 എടുത്തുകൊണ്ട് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 16310 കായംകുളം എറണാകുളം മെമു എക്സ്പ്രസ്. ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ. ഒരാൾക്ക് വരുന്നത് 55 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. വെറും 7 സ്റ്റേഷൻസ് മാത്രമുള്ള ഒരു അടിപൊളി മെമു എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ സ്ഥിരയാത്രക്കാരുണ്ടാവുന്ന ഒരു വണ്ടി ആയിരിക്കും. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള വണ്ടിയാണേ. എന്ന് വെച്ചാൽ വലിയ റഷോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും ഇരിക്കാനും സീറ്റുണ്ട്. തിക്കും തിടുക്കമൊന്നുമില്ല. നമ്മളാ കേരളത്തിലെ പൊതുവേ ഉള്ളൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് യാത്രകളൊക്കെ അറിയാമല്ലോ. അത്രയ്ക്കുള്ള ഭയാനകമായ സീനൊന്നുമില്ല. ഇവിടെ ഒരു ഭയാനകമായ സീൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മളിൽ ക്രോസ് ചെയ്യുന്ന ഭാഗം. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കും. ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. മുമ്പൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും കുറച്ച് മെമൂസ് നമുക്ക് വേണം. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കൊല്ലത്തേക്ക് വരാനോ അല്ലെ ആലപ്പുഴ വരെ കണക്ട് ചെയ്യുന്നതോ അല്ലെ കോട്ടയം വരെ കണക്ട് ചെയ്യുന്ന ഒരു മെമു ഒക്കെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നില്ലയോ. പക്ഷെ എന്ത് പറയാനാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പാവങ്ങളുടെ രണ്ടാമത്തെ വന്ദേ ഭാരതാണ്. ആദ്യത്തെ വന്ദേ ഭാരത് നമുക്ക് അറിയാമല്ലോ. എറണാകുളത്തിൻ്റെ ഒരു വീട് ഞാനിട്ടുണ്ടായിരുന്നല്ലോ, കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നത്. അതേ നമ്മൾ ആദ്യത്തെ സ്റ്റേഷൻ എത്തി, നമ്മുടെ മാവേലിക്കര സ്റ്റേഷൻ കേട്ടോ. കായംകുളം ജംഗ്ഷനിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് 3:25 നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 3:35 ആയപ്പോൾ മാവേലിക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു നൈസ് റെയിൽവേ സ്റ്റേഷനാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ. 3 പ്ലാറ്റ്ഫോമും 6 ട്രാക്കൊക്കെ ഉള്ള 6 ട്രാക്കുകളൊക്കെ ഉള്ള നൈസായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പ്രവർത്തനം ആരംഭിക്കുന്നത് 1958 66 വർഷം മുമ്പ്. മാത്രമല്ല നമ്മുടെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രമൊക്കെ ഇല്ലയോ, പന്തളം മാവേലിക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം, പിന്നെ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനാണ് മാവേലിക്കര. എന്തുകൊണ്ടും നമുക്ക് പറയാം ഇത് പാവപ്പെട്ടവൻ്റെ രണ്ടാം വന്ദേ ഭാരത് തന്നെയാണെന്ന്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിൻ, കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ വന്ദേ ഭാരത് കൊല്ലത്ത് നിന്ന് എറണാകുളം ജംഗ്ഷനിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. നമ്മളിത് അടുത്ത സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ സ്റ്റേഷനാണ്.
ചെങ്ങന്നൂർ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് നമുക്ക് അപ്പർ സൈഡിലാണ്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി നിൽക്കുന്നില്ല, ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ 3 പ്ലാറ്റ്ഫോം 5 ട്രാക്കുകളൊക്കെ ഉള്ള നൈസ് റെയിൽവേ സ്റ്റേഷനാണ്. 1958 പ്രവർത്തനം ആരംഭിക്കുന്നത്, 66 വർഷം മുമ്പ്. നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ, കൊല്ലം ജംഗ്ഷൻ, കോട്ടയം, എറണാകുളം റൂട്ടിലെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നാണ് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. പ്രധാനമായിട്ട് നമ്മുടെ ശബരിമല തീർത്ഥാടകരൊക്കെയാണ് ഇതിന് കാരണമേ. അപ്പം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതായി കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതേ കണക്കത്തെ ഒരു സീനറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലേക്കിൻ്റെ പേരറിയാവുന്നവരൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. 3:50-52 ആയപ്പോഴായിരുന്നു നമ്മൾ ചെങ്ങന്നൂർ എത്തിയത്. കായംകുളത്ത് നിന്ന് ഒരു 20 കിലോമീറ്ററാണ് ചെങ്ങന്നൂരേക്ക് കേട്ടോ. 3:51-52 ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ അതേ വീണ്ടും നമ്മുടെ ട്രെയിൻ യാത്ര നൈസ് ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരുവല്ലയാണ്. നമ്മളിത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വരെ ദൂരം വരുന്നത് 29 കിലോമീറ്ററും. ഒരു 4 മണിയായപ്പോഴേക്കും നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നൈസ് റെയിൽവേ സ്റ്റേഷനാണ്. ഒരു 4 പ്ലാറ്റ്ഫോമും 4 ട്രാക്കുകളൊക്കെ ഉള്ള ഒരു നൈസ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് ഏതാ നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. മാത്രമല്ല നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഈ ജില്ലയിലാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ എന്നത് ഈ ഒരു നമ്മുടെ ഈ തിരുവല്ല സ്റ്റേഷൻ്റെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ ഏതായിരുന്നു? മാവേലിക്കര സ്റ്റേഷൻ കഴിഞ്ഞ് പിന്നെ ചെങ്ങന്നൂരായിരുന്നു. ഇപ്പതാ നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മെമു കായംകുളം എറണാകുളം മെമു എക്സ്പ്രസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മളെ കായംകുളം എന്ന് പറഞ്ഞല്ലോ, കായംകുളത്തുനിന്ന് തുടങ്ങിയതാണല്ലോ യാത്ര. അപ്പോൾ കായംകുളത്തുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. നമ്മുടെ മാവേലിക്കര ഉള്ളവർ ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ചെങ്ങന്നൂരുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ അതേ തിരുവല്ലയും കഴിഞ്ഞു, അവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഏകദേശം ഒരു 29ഓളം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മൾ കായംകുളത്ത് നിന്ന് തിരുവല്ലയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചങ്ങനാശ്ശേരി എത്തി. ചങ്ങനാശ്ശേരിയിലേക്ക് 37 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചായിരുന്നു നമ്മളെത്തിയത്. അപ്പോൾ ഏകദേശം ഒരു 4-5 ആയി വരുന്നുണ്ട്. 37 കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ദൂരം വരുന്നത്. അത്യാവശ്യം അടിപൊളി എന്ന് പറഞ്ഞാൽ നൈസർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. കോട്ടയം ജില്ലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. 4 പ്ലാറ്റ്ഫോമും 4 ട്രാക്കുകളൊക്കെ ഉള്ള ഒരു നൈസ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. 1956 അതായത് 68 വർഷം മുമ്പായിരുന്നു തുറന്ന് പ്രവർത്തിച്ചത്. കോട്ടയം ജില്ലയിലെ 2ാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ചങ്ങനാശ്ശേരി. 1958 ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദ്യമായി ട്രെയിൻ സർവീസ് തുടങ്ങുന്നത്. ചങ്ങനാശ്ശേരിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു നല്ല വെയിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നൈസായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അതികഠിനം ഈ കേരളത്തിൻ്റെ ചൂട്, ഒന്നും പറയാനില്ല. ഇവിടെ എഴുതി വെച്ചേക്കുന്നു കൊടൂർ 6. അങ്ങനെ തന്നെയല്ലേ എഴുതി വെച്ചത്? ഞാൻ വായിക്കാനും എന്തായാലും അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ. ഒരു നൈസ് 6 കഴിഞ്ഞതേ ഒരു കർവൊക്കെ അടിച്ച് നമ്മുടെ ട്രെയിൻ പൊക്കോണ്ടിരിക്കുകയാണ്. കോട്ടയം നമ്മുടെ ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ കോട്ടയത്തുള്ളവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. കായംകുളത്ത് നിന്ന് 55 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കോട്ടയത്തേക്ക് ഒരു 4:28 ആയപ്പോഴേക്കും നമ്മുടെ കായംകുളം എറണാകുളം മെമു എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. കായംകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയല്ലേ? ഒരു 6 പ്ലാറ്റ്ഫോമുകളുണ്ട്, 9 ട്രാക്കുകൾ. ഇത് സർവീസിന് ആരംഭിക്കുന്നത് 68 വർഷം മുമ്പ് 1956. മാത്രമല്ല നമ്മുടെ ദീർഘദൂര പാസഞ്ചർ ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 6 പ്ലാറ്റ്ഫോം ഉണ്ടെന്ന്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ നേരത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഗുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഗുഡ്സ് ഷെഡ്. 2019 അത് പൊളിച്ചങ്ങാണ്ട് കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കുമരകം പോലുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി തിരിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഒരു കാഴ്ചയാണതൊക്കെ. കോട്ടയത്തിൻ്റെ ഒരു ഭംഗി ഒക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ മെമു ട്രെയിനിൽ കോട്ടയത്തിന് അങ്ങനെ കായംകുളത്ത് നടന്ന് നമ്മളെ ട്രെയിൻ മാവേലിക്കരയും കഴിഞ്ഞു, ചെങ്ങന്നൂരും കഴിഞ്ഞു, തിരുവല്ലയും ചങ്ങനാശ്ശേരിയും കഴിഞ്ഞു, കോട്ടയം കഴിഞ്ഞ് നൈസായിട്ട് പോയി. ഇനി വരുന്ന കോട്ടയം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ മീനച്ചൽ 6 കണ്ടില്ലേ? നൈസല്ലേ? നൈസായിട്ട് 6 കിടക്കുന്ന കണ്ടോ? പക്ഷേ ചൂടിനൊരു ക്ഷാമവുമില്ല, നല്ല ചൂടുണ്ട്. ഇനി ഒരു 5 മണിയൊക്കെ ആയാലും ചൂടാണെന്ന് തോന്നും. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ യാത്ര ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം തന്നെ ഇതാണ്, ഈ ട്രെയിനിൽ ഒരു നൈസ് യാത്ര. കായംകുളത്ത് നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ 2ാം വന്ദേ ഭാരതിൽ എറണാകുളത്തേക്കൊന്ന് നൈസായിട്ട് നിങ്ങളെ ഒന്ന് യാത്ര ചെയ്യുന്നത് കാണിക്കണം. അത്രയേ ഉള്ളൂ, വേറൊരു പരിപാടിയില്ല. ഇന്നത്തെ പരിപാടി ഇത് തന്നെയാണ്. സമയം ഇപ്പോൾ ഒരു 4:50 കഴിഞ്ഞ് വരുന്നപ്പോഴേക്കും ഒരു 86 കിലോമീറ്റർ നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് ദൂരം സഞ്ചരിച്ച് പിറവം റോഡ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ മെമു എക്സ്പ്രസ് ട്രെയിൻ വന്നിരിക്കുകയാണ്.
ഈ കോട്ടയം ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ. വെല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ ഇത് സ്ഥിതി ചെയ്യുന്നത്, പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ 4 പ്ലാറ്റ്ഫോമും 4 ട്രാക്കുകളൊക്കെ ഉള്ള ഒരു നൈസ് റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മുടെ മെമു എക്സ്പ്രസ് സ്പെഷ്യൽ പിറവം റോഡ് കഴിഞ്ഞത് നൈസായിട്ട് വീണ്ടും ഒരു 6 കണ്ടില്ലേ. നമ്മൾ ആ പിറവം റോഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുള്ളൊരു നൈസ് കാഴ്ചയാണ് ഇത്. നൈസ് കൊള്ളാമല്ലേ. അങ്ങനെ നമ്മളെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വെയിൽ കുറച്ചൊക്കെ ഒന്ന് മങ്ങിയേട്ടാ, അതിപ്പം സമയത്തിൻ്റെ മാറ്റത്തിൻ്റെ ആയിരിക്കാം. ഒരു 5 മണി 5:15 കഴിയുമ്പോഴത്തേക്കും, എന്നാലും 5 മണിക്കൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറ സ്റ്റേഷൻ എത്തി. നമ്മുടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനെ 5:15 കറക്റ്റ് 5:15 ആയപ്പോഴത്തേക്കും തൃപ്പൂണിത്തുറ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഏകദേശം 105 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ ഇറങ്ങേണ്ട ആൾക്കാരെ കണ്ടോ നിങ്ങൾ? ഇവിടെ ആയിരുന്നു കൂടുതലും ആൾക്കാർ ഈ ട്രെയിനിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങി. നിങ്ങൾ കണ്ടോ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ, കേരളത്തിലെ കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിലുള്ള ഒരു സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ്. വെറും 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെ ഉള്ള നൈസ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പകുതി ഇറങ്ങി ട്രെയിനിൻ്റെ കേട്ടോ, പകുതി 3/4 ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. 5:15 കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം 5:15. 3:20 എടുക്കേണ്ട ട്രെയിൻ 3:25 കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ കായംകുളത്ത് നിന്ന് എടുത്തത്. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോയി നൈസ് ഒരു ട്രെയിൻ യാത്ര തന്നെ കേട്ടോ. നിങ്ങൾ ഈ ട്രെയിനിൽ ഇതുവരെ യാത്ര ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഈ റെയിൽ ഫാനിങ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ട്രെയിൻ ജേർണീസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ട്രെയിൻ ജേർണിയാണ് കേട്ടോ. എറണാകുളത്തിൻ്റെ ഓരോ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉള്ള ഒരു നൈസ് മെമു. നമ്മുടെ കേരളത്തിലെ മറ്റുള്ള ട്രെയിനുകളെ അനുബന്ധിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വർഗ്ഗമാണ് ഈ ട്രെയിൻ, സ്വർഗ്ഗം. അത്യാവശ്യം നല്ല യാത്ര, ഇരിക്കാം, കംഫർട്ടബിളാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെറും 7 സ്റ്റേഷൻസിൽ മാത്രമേ സ്റ്റോപ്പുള്ള മെമു. അത് നിങ്ങൾ ആലോചിക്കണം. മെമു എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന് പൊതുവേ പറയുമ്പോഴത്തേക്കും അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ കുറച്ച് നേരമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തിയേക്കാം. വേനാട് എക്സ്പ്രസ് പോകാനാണ്. വേനാടൊക്കെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മളെ നൈസായിട്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 മുമ്പ് നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ എത്തേണ്ടത്. നമ്മളൊരു 10-15 മിനിറ്റോളം വേനാട് എക്സ്പ്രസ്സിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുവേ വലിയ വണ്ടികൾക്ക് വേണ്ടി മെമു എക്സ്പ്രസ് എന്നൊക്കെ പറയുമ്പോൾ മെജോറിറ്റി കുറവുള്ളതാണല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്. വെറും 7 സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. നമ്മളിത് എറണാകുളം ജംഗ്ഷനിലേക്ക് കറക്റ്റ് ഒരു 5:35 5:35 5:40 കഴിഞ്ഞു. 3:25 എടുത്ത ട്രെയിൻ. അപ്പം നിങ്ങളൊന്ന് സമയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഒരു മെമു ട്രെയിനാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ഡെസ്റ്റിനേഷനായ എറണാകുളം സൗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നൈസായിട്ട് ട്രെയിനിൻ്റെ പുറത്തൊക്കെ വന്നതേ കണ്ടില്ലേ, തിരക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി ഏകദേശം നമ്മുടെ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങളെനിക്ക് കാണിക്കണമായിരുന്നു കായംകുളം ജംഗ്ഷനിൽ നിന്ന് എറണാകുളം വരെ വരുന്ന ഈ ട്രെയിനിൽ വരുന്ന യാത്ര നിങ്ങളൊന്ന് കാണിക്കണമായിരുന്നു. അത് എനിക്ക് നല്ലപോലെ കാണിക്കാൻ പറ്റി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ട്രെയിൻ ജേർണീസും അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഈ വീഡിയോ തീർന്നതായിട്ട് നിങ്ങളങ്ങ് വിചാരിച്ചോ. വീഡിയോ ഒരു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ ഏതാണോ, ഈ ട്രെയിൻ തന്നെ വേറൊരു ട്രെയിൻ നമ്പറായിട്ട് തിരിച്ച് നാട്ടിലോട്ടുണ്ട്, കൊല്ലം മെമു ആയിട്ട്. ഞാൻ അതിൽ കയറി നേരെ വിടുക. ഇതേ നമ്മൾ കായംകുളത്ത് നിന്ന് എറണാകുളം വന്ന അതേ മെമു തന്നെ ഞാൻ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകാം. അത് ട്രെയിൻ നമ്പർ 06443 എറണാകുളം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യലായിട്ട്. ഇതിന് ഒരുപാട് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബൈ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ.